മാഡം പറഞ്ഞത് നമ്മൾക്ക് ഒരു സുതാര്യമായ ഒരു സിസ്റ്റം ഇൻ പ്ലേസ് ഉണ്ട്. നമുക്കൊരു ഇഷ്യൂ വന്നാൽ എത്താനായിട്ടും എങ്ങനെ അത് മറികടക്കാമെന്നും പറയാനായിട്ട്. ഒരു അധ്യാപിക കൂടിയായ താങ്കൾ പല ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ പല തലമുറകളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം ആസ് എ സ്റ്റുഡൻറ് എങ്ങനെയാണ് അവരുടെ അപ്രോച്ച് വിദ്യാഭ്യാസത്തിനോട് മാറിയിട്ടുള്ളത്? ഈ 20 വയസ്സ് അല്ലെങ്കിൽ 21 വയസ്സുള്ള ഒരു കുട്ടി ഒരു യൂണിവേഴ്സിറ്റി തലത്തിലേക്ക് വരുമ്പോഴത്തേക്ക് ഓൾറെഡി അതിൻ്റെ ഒരു സ്റ്റഡി ഒരു ഏജിൻ്റെ ഒരു വലിയ ഭാഗം കഴിഞ്ഞിരിക്കും. അതാണ് ഞാൻ നേരത്തെ മാഡം സൂചിപ്പിച്ചതിനോടുള്ള ഒരു പ്രതികരണം എന്നുള്ള നിലയിൽ പറയാനുള്ളത്. കാരണം ഇത്തരം ചൂഷണങ്ങൾ നടക്കുന്നത് ഇൻ്റർനെറ്റിൽ മാത്രമല്ല, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല. ഇതിലേക്ക് വഴിതെളിക്കുന്ന ഒത്തിരി സാമൂഹികമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇന്നിപ്പം ഇവിടെ നിലവിലുണ്ട്. അപ്പം സമൂഹം മാറിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് ഒരു സ്ത്രീ എത്തപ്പെടുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ഞാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ മതസ്ഥാപനങ്ങളെ ഒക്കെ അതിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ കുടുംബം എന്നുള്ള ഒരു സോഷ്യൽ യൂണിറ്റ്, നമ്മൾ സോഷ്യൽ മീഡിയയെ പറ്റിയാണ് പറയുന്നത്. ഈ സോഷ്യൽ ഒരു മീഡിയയിലെ ഏറ്റവും ചെറിയ യൂണിറ്റായ കുടുംബത്തിൽ നടക്കുന്നത് എന്താണ് എന്ന് നമ്മൾ ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്കണം എന്നെനിക്ക് തോന്നുന്നു. 18 വയസ്സുള്ള ഒരു കുട്ടിക്ക് വോട്ടവകാശം കൊടുക്കുന്നു. ഡെമോക്രസിയുടെ ഒരു ഭാഗമായിട്ട് ആ കുട്ടിയെ നമ്മൾ വാർത്തെടുത്തു എന്നാണ് നമ്മൾ പറയുന്നത്. ആ കുട്ടി അന്ന് തൊട്ട് കുട്ടിയല്ല, ഒരു പൗരൻ അല്ലെങ്കിൽ ഒരു സിറ്റിസണായി. ഡെമോക്രസി തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത വീടുകളാണ് നമ്മൾ കാണുന്നത്. ഡെമോക്രാറ്റിക് പ്രോസസ്സ് എന്നുള്ള യാതൊരു തരത്തിലുള്ള ഡെമോക്രസിയുടെ ലാഞ്ചനകൾ പോലും ഇല്ലാത്ത കുടുംബങ്ങളിൽ നിന്നാണ് പല കുട്ടികളും പുറത്തേക്ക് വരുന്നത്. പല സ്ത്രീകളും ഈ കുടുംബങ്ങളിലാണ് പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം കുടുംബങ്ങൾ യാതൊരു ഡെമോക്രാറ്റിക് പ്രോസസ്സുകൾ നടക്കാത്ത ഈ കുടുംബങ്ങളിൽ പിന്നീട് പുറത്തുനിന്നൊരു ചെറിയ സപ്പോർട്ട് അല്ലെങ്കിൽ ചെറിയൊരു വിസിബിലിറ്റി കിട്ടുമ്പോഴത്തേക്ക് ഇവരതിൽ ഭ്രമിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്കതിന് വലിയ കുറ്റം പറയാൻ പറ്റില്ല. അപ്പോൾ ആദ്യം മാറേണ്ടത്, നമ്മളൊരു ലാർജർ ഒരു സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ, സോഷ്യൽ മീഡിയ എന്നുള്ള ഒരു ലാർജർ സ്ട്രക്ചറിനെ പറ്റി പറയുമ്പോൾ എന്താണ് ജനാധിപത്യമെന്നും സ്ത്രീ പുരുഷ ബന്ധങ്ങളിലെ ജനാധിപത്യം എന്തായിരിക്കണമെന്നും കുട്ടികളോടുള്ള ജനാധിപത്യപരമായ സമീപനങ്ങൾ എന്തായിരിക്കണമെന്നും ഒക്കെ നമ്മൾ ഇന്ന് ചോദിക്കേണ്ട കാലമായിരിക്കുന്നു എന്നെനിക്ക്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ അടുത്ത് നടന്നൊരു സംഭവമാണ് ഇത് നേരത്തെ പറഞ്ഞ പോലെ പേരുകളൊന്നും പറയുന്നില്ല. പക്ഷേ 10-20 വയസ്സായ 2-3 ആൺകുട്ടികൾ, അതേ പ്രായത്തിലുള്ള സമപ്രായക്കാരായ പെൺകുട്ടികൾ, ഇവർ ബീച്ചിലോ മറ്റോ പോയിരുന്നു. അപ്പോൾ ഉടനെ തന്നെ കുറേ അധികം ചെറുപ്പക്കാർ വന്നിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയും നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നു എന്ന്. അപ്പോൾ ഇവർ പറയുന്നത്, അയ്യോ അച്ഛനും അമ്മയും അറിയാതാണ് ഞങ്ങൾ വന്നത്. കാരണം നമുക്ക് 20 വയസ്സായ കുട്ടികൾക്ക് സൗഹൃദങ്ങളൊന്നും പാടില്ലല്ലോ. 21 വയസ്സായ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആൺകുട്ടികൾക്ക് സൗഹൃദം പാടില്ല എന്ന് പറയുന്ന ഒരു സമൂഹത്തിലും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും പാടില്ലാത്ത ഈ സമൂഹത്തിൽ ഇവർ പറയുന്നു ഞങ്ങൾ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു. അപ്പം ഇവർ പറയുന്നു, അയ്യോ ദേവി ഇത് പറയരുതേ, അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ല. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല ശരിക്കും. പക്ഷെ ഇവർ പറയുന്നു, ആ ഒരു ഇതിൽ പറയുന്നു. അപ്പോൾ ഇവർ പറയുന്നു, എന്നാൽ പിന്നെ നിങ്ങൾ ഓരോരുത്തരായിട്ട് ആ കുറ്റിക്കാട് വരെ ഒന്ന് വരൂ, ഞങ്ങൾ വീട്ടിലേക്ക് പറയില്ല എന്ന് അപ്പം സൗഹൃദം എന്ന് നേരത്തെ സൂചിപ്പിച്ച ഈ സൗഹൃദം ഇത്രയധികം അൺഹെൽതി ആവാൻ ഉള്ള ഒരു കാരണം, എന്നെ ഏറ്റവും വിഷമിപ്പിച്ച ഒരു സംഭവം, ഇതിലൊരു കുട്ടി പറഞ്ഞു അത്രേ, കുറ്റിക്കാട്ടിൽ പോയാൽ പോലും അമ്മയെ വിളിച്ച് അല്ലെങ്കിൽ അച്ഛനെ വിളിച്ച് പറയാതിരിക്കുന്നതാവും ഭേദം എന്ന്. അതൊരു ചോദ്യമാണ്. കാരണം എൻ്റെ അച്ഛൻ അല്ലെങ്കിൽ അമ്മയെ വിളിച്ച് പറയുന്നതിനേക്കാളും ഭേദം ഞാൻ ഇത്തരം ഇതിലേക്ക് പോകുന്നതാണ് എന്ന് കരുതുന്ന ഒരു കുട്ടി ഏത് തരം ഒരു സോഷ്യൽ യൂണിറ്റിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്, നമ്മൾ എന്ത് തരം സോഷ്യൽ മീഡിയയെ പറ്റിയാണ് ഇവിടെ സംസാരിക്കുന്നത് എന്നുള്ളത് അത് ഡിഫൈൻ ചെയ്യും എന്നാണ് ഞാൻ പറയുന്നത്. തീർച്ചയായും.